എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അമ്മ ഇന്നത്തെ വിശേഷം വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ടാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവിക്കാണെങ്കിൽ ഉറക്കമില്ലാതെ പല്ലവി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു ഒന്ന് ചോദിച്ചു, അല്ല എന്താ പല്ലവി പല്ലവി ഉറങ്ങണില്ലേന്ന് ചോദിക്കാം. എന്തോ എനിക്ക് ഉറക്കം വരണില്ല സേതു ഏട്ടാന്ന് പറയാം. അതെന്താ? നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട്. നാളെ അല്ലേ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഇന്ദ്ര ഹാജരാകുന്നേ. അങ്ങനെ വന്നിയുമ്പതിന് അവനിനി ഒരു പക്ഷേങ്കില് മാനസികാരോഗ്യ പ്രശ്നം ഇല്ലെന്നെങ്ങാനും അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്തായി തീരുമെന്ന് ഓർത്തിട്ട് അതെനിക്കൊരു ടെൻഷനാന്ന് പറയണം. ഇത് കേട്ടതും പെട്ടെന്ന് സേതു ചോദിച്ചു, അല്ല അങ്ങനെ എന്തേലും സംഭവിക്കുമെന്ന് ചോദിക്കുക. അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. അല്ല പല്ലവി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവനെ കണ്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ അവന് ഭ്രാന്തില്ലെന്നുള്ള കാര്യം? ഇല്ല, അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. അതാണല്ലോ എനിക്കും പറ്റിയത്. അല്ലെങ്കിൽ ഒരു കഴിക്കലും ഞാൻ അവനെ കല്യാണം കഴിക്കില്ലോ എന്ന് പറയാം. അത് ശരി, അങ്ങനെയാണെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അവന് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്ന്? പിടിക്കാൻ പറ്റും, അവർ ഡോക്ടേഴ്സ് അല്ലേ, അവർക്ക് അതൊക്കെ എളുപ്പം കണ്ടെത്താൻ പറ്റുമെന്ന് പറയാം. അങ്ങനെയാണല്ലേ, ഓ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടും ഒന്നാകാം. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അച്ഛനാവണമെന്ന് പറയണേ. അച്ഛനാവണമെന്നോ? അതെ, 2-3 കുട്ടികളുടെ അച്ഛനാവണമെന്ന് പറയണം. ഓഹോ, ഇതൊക്കെ ആര് പറഞ്ഞു? ഡിവോഴ്സ് കഴിയുന്നതിന് മുമ്പ് അച്ഛനാവണമെന്ന്? അല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാൻ ഏജ് ഓവർ ആവാറായില്ലേന്ന് ചോദിക്കണേ. ഏജ് ഓവറോ? അല്ല, എൻ്റെ ഫ്രണ്ട്സ്. ഏത് ഫ്രണ്ട്സ്? ഞാൻ അറിയത്തില്ലാത്ത ഏത് ഫ്രണ്ട്സാ ഉള്ളേ? അതെ, എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞെന്ന് പറയാം. ആ, അങ്ങനെ വരട്ടെ. സേതേട്ട നമ്മൾ പല്ലവിച്ചിരിക്കുകയാണ്. ആളുടെ മനസ്സിന്റെ ഇപ്പൊ കൊള്ളാലോ. അതൊക്കെ കല്യാണത്തിന് ശേഷം മതി. ഡിവോഴ്സൊക്കെ ഒന്ന് കഴിയട്ടെ, ഒന്ന് സമാധാനപ്പെട്ടിരിക്കാനൊക്കെ പല്ലവി സേതുവിനോട് പറയാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിയും ഇന്ദ്രനും കൂടെ മെഡിക്കൽ ബോർഡിന് മുമ്പായി ഹാജരാകുവാണ്. അപ്പം 3 പേരാണ് ഇന്ദ്രനെ ഇങ്ങനെ പരിശോധിക്കാനായിട്ട് ഇരിക്കണേ. അങ്ങനെ അങ്ങോട്ടേക്ക് അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മി കരയുവാണ്. പെട്ടെന്ന് ഇന്ദ്രൻ ചോദിച്ചു, എന്തിനാ അമ്മ എന്തിനാ കരയണെന്ന് ചോദിക്കാം. എൻ്റെ മോൻ എന്തായാലും ഭ്രാന്തുണ്ടെന്ന് അവള് പറഞ്ഞല്ലോ. എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല ഡോക്ടറെ, എൻ്റെ മോൻ ആള് പെർഫെക്റ്റാ. പക്ഷേങ്കിൽ കള്ളക്കഥ ഉണ്ടാക്കിയിരിക്കുന്ന എൻ്റെ മോന് മാനസിക പ്രശ്നം കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അമ്മ അങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിലൊരു ഡോക്ടർ പറഞ്ഞു, അതെ നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുക, ഞങ്ങൾ ഇന്ദ്രനെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ട് പുറത്തേക്ക് പോയി. പിന്നീട് ഇന്ദ്രനോട് ചോദിച്ചു, എത്ര കാലമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ മാസങ്ങളായിട്ടുള്ളെന്ന് പറയണം. അല്ല, ഇത്ര പെട്ടെന്ന് എന്താ ഡിവോഴ്സ് വേണമെന്ന് ആഗ്രഹിക്കണമെന്ന് ചോദിക്കുക. എനിക്ക് ഡിവോഴ്സ് വേണം ഡോക്ടറെ, പക്ഷെ അവൾക്ക് അങ്ങനെയല്ല. അവൾക്കൊരു കാമുകനുണ്ട്, കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഡിവോഴ്സ് വേണമെന്ന് പറയണേ. പക്ഷെ അവൾക്ക് കാമനുള്ളെന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിയായിരുന്നെങ്കിലോ ഉറപ്പായിട്ട് ഞാൻ ഈ ബന്ധത്തിലേക്ക് ചെന്ന് ചാടില്ലായിരുന്നു പറയണം. ആഹാ, എങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ നിങ്ങൾ തടയണേ? അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാ പോരെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ഇന്ദ്രൻ പെട്ടെന്നൊന്ന് പകച്ചു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാണ് ഡോക്ടറെ? എന്നെക്കുറിച്ച് കുറെ കള്ളക്കഥകളൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് അതൊക്കെ എൻ്റെ കുടുംബത്തെ, എൻ്റെ അമ്മയെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുക. കാരണം അമ്മയ്ക്കൊക്കെ സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ഇപ്പൊ ഇവൾക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ അത് പാട്ടാവും. എനിക്ക് മാനസികാരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് അവൾക്ക് ഡിവോഴ്സ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്തു വയ്ക്കാം മാഡം. നാളെ ഒരു പക്ഷെ എനിക്ക് നല്ലൊരു ആലോചന വരുമോ? എൻ്റെ ജീവിതം എന്തായി തീരും? എന്നെ സമൂഹം ആ ഒരു കണ്ണോടെയല്ലേ കാണുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണം. ഇത് കേട്ടതായാലും ഒരു ഡോക്ടർ, ഞാൻ ശരി അന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയണം. എന്തേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്, ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇന്ദ്രൻ അത് വായിച്ചു നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യുകയാണ്. അതിനുശേഷം അപ്പുറം മാഡം പറഞ്ഞൊരു കാര്യം ചെയ്യാം, കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് തോന്നുന്ന എന്താന്ന് നിങ്ങളത് പറയണമെന്ന് പറയണം. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ്. ഈ ഫോട്ടോസുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ വ്യക്തമായിട്ട് മറുപടി പറയണം. കാരണം ഇന്ദ്രൻ അതിനുള്ള ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലേക്ക്. അപ്പൊ വേറൊരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാ. അപ്പൊ പ്രതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തണം, വേറെ ഒരു ഡോക്ടറെ കാണണം എന്നൊക്കെ. അങ്ങനെ ഇന്ദ്രൻ നേരത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇന്ദ്രൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രൻ എല്ലാം വ്യക്തമായിട്ട് പറയണം. അതിനുശേഷം ഇന്ദ്രൻ ചോദിച്ചു, ഇതിന്റെ റിപ്പോർട്ട് എപ്പോഴാന്ന് ചോദിക്കുക. ഇത് ഞങ്ങൾ കോടതിയിലേക്ക് കൊടുത്തേക്കാം, അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുക, അതിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും, നിങ്ങൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോന്ന്. ശരി ഡോക്ടർ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. എന്തിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് അവർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതുവാണ്. പിന്നീട് പല്ലവി സേതുവിനെ വിളിക്കുകയാണ്. സേതുവിനെ വിളിച്ച് സേതു പുറത്തേക്ക് വന്നു. എന്താ പല്ലവി, എന്താ കാര്യം ചോദിക്കുക. എനിക്ക് സേതുവിനോട് ഒരു കാര്യം പറയാണ്ട്, ഇത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. കാര്യം പറയാം എന്താന്ന്. വീട്ടിൽ വെച്ച് ഒരു പക്ഷേ ഇത് പറയാണ്ട് സാധിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് പറയാം. കാര്യം പറ, എന്നെങ്കിലല്ലേ എനിക്ക് അറിയുള്ളൂ.
മുമ്പ് ഞാനൊരു ഫെലോഷിപ്പിന് അപേക്ഷ വെച്ചിട്ടില്ലായിരുന്നോ ഡൽഹിയിൽ? അതെനിക്ക് കിട്ടുകയും ചെയ്തില്ലെന്ന് ചോദിക്കണം. അതുകൊണ്ട് ഡൽഹിക്ക് പോകണം സേതുവേട്ടാന്ന് പറയണേ. ഡൽഹിക്കോ? അതെ, ഡൽഹിക്ക് പോകണം. അവിടെ പോയി പഠിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, 5 വർഷം പോവും. 5 വർഷം ഞാൻ അവിടെ നിന്ന് പഠിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും സേതുവിന് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹം ഞാനത് സാധിച്ചെടുത്തേ. സേതുവേണ്ട അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചതെന്ന് പറയാം. സേതുവിൻ്റെ കണ്ണിരണ്ടെന്ന് നിറഞ്ഞു വന്നു. സേതു പറഞ്ഞു, അതിപ്പം ഞാൻ എന്ത് പറയാനാ? നിന്റെ ആഗ്രഹമല്ലേ, നിന്റെ ഇഷ്ടമല്ലേ, അന്ന് അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പോകണം, പോയി പഠിക്കണം എന്നൊക്കെ പറയണം. അല്ല സേതുവേട്ടന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലേ? ഞാൻ പോകുന്നോണ്ട് സേതുവേട്ടന് വിഷമമില്ലേ? വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നിന്റെ സന്തോഷം എനിക്ക് വലുത്, നിന്റെ ആഗ്രഹം എനിക്ക് വലുത്. ആഗ്രഹം നടക്കട്ടെ, അതാദ്യം നടക്കട്ടെ എന്ന് പറയാം, അതിനുശേഷം ബാക്കിയൊക്കെ എന്ന് പറയണം. സേതുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വീഴുന്ന പല്ലവി ശ്രദ്ധിച്ചു. പിന്നീട് സേതു പറഞ്ഞു, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറക്കരയും കൂടെ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിൻ്റെ മുഖം കണ്ടപ്പോൾ പല്ലവിച്ച് എന്ത് പറ്റി സേതുവേട്ടാന്ന് ചോദിക്കും. ഒന്നുമില്ല, സേതുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടെന്ന് തോന്നല്ലോ. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറയാം. 5 വർഷമല്ലേ ഉള്ളൂ, 5 വർഷത്തെ കാര്യം ഞാൻ എങ്ങനെയും മുന്നോട്ട് തള്ളി നീക്കോളാം എന്നൊക്കെ പറയണം. പിന്നീട് പല്ലവി പറഞ്ഞ് വണ്ടി നിർത്താൻ പറയണം. അങ്ങനെ സേതു കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും സേതു ചോദിച്ചു, എന്താ പല്ലവി, എന്താ കാർ നിർത്താൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പല്ലവി പെട്ടെന്ന് ബാഗിനകത്തുനിന്ന് ആ പേപ്പർ എടുക്കണം, ഫെലോഷിപ്പിന് കിട്ടിയത്. നോക്ക് സേതുവിനൊന്ന് വായിച്ചു നോക്കാൻ പറയണം. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അങ്ങനെ അത്ര വായിച്ച അർത്ഥമൊന്നും മനസ്സിലാക്കാൻ അറിയില്ല. പല്ലവി വായിച്ചാണല്ലോ, പല്ലവിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി ഞാൻ എന്തിനാ അത് കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ പല്ലവി പറഞ്ഞു, അത് ശരിയാ, 5 വർഷം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാന്ന് പറയാണ്. പിന്നീട് പല്ലവി എന്ത് ചെയ്യണം, ആ പേപ്പർ അങ്ങോട്ട് കീറുവാണ് അങ്ങോട്ട്. കുനുകുനെ കീറി കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം സേതു അമ്പരം നോക്കുകയാണ്. അതെ, തൽക്കാലത്തേക്ക് ഞാൻ ഇതിന് പോകുന്നില്ല എന്ന് വെച്ചെന്ന് പറയണേ. പോകുന്നില്ലേ? അതെ, കാരണം ഇത്ര സ്നേഹമുള്ള സേതുവേട്ടൻ കൂടെയുള്ളപ്പം ഞാൻ എന്തിനാ ഇനി ഇറങ്ങിത്തിരിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരും കൂടെ പരിഗണിക്കണ്ടേ? എനിക്കറിയാം സേതുവേട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേങ്കിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ അത് താങ്ങാൻ കഴിയില്ല. സേതുവേട്ടൻ മുമ്പേ എന്നോട് കാര്യം പറഞ്ഞല്ലോ, എനിക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ പറ്റില്ലെന്ന്. കാരണം മറ്റൊന്നുമല്ല, സേതുവേട്ടൻ്റെ പെങ്ങന്മാരെയൊക്കെ നോക്കണം. അപ്പം ഞാനും അവിടെ ആയിപ്പോവും. അതുകൊണ്ട് വേണ്ട, വെറുതെ എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് എന്ന് പറയണം. സേതുവിന് ഭയങ്കര സന്തോഷമായി. പിന്നീട് അവർ രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം കൂടെ പോയിട്ട് കാർ നിർത്തിയിട്ട് അവിടെ ഇറങ്ങുവാണ്. പിന്നീട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പല്ലവിയുടെ മുഖം അങ്ങോട്ട് മാറി. എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അല്ല, നാളത്തെ കാര്യം ഞാൻ ആലോചിക്കുക. നാളെ കോടതി കൂടുന്ന സമയത്ത് ഒരു പക്ഷെ അവന് ഇനി മാനസികമായ പ്രശ്നമില്ലെന്ന് കോടതി തെളിഞ്ഞിട്ടുണ്ടെങ്കിലോ, അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല്ലവിയോടൊപ്പം നിൽക്കും. എന്ത് വന്നാലും പല്ലവിയോടൊപ്പം നിൽക്കും. പല്ലവിനെ കൈവിടില്ലെന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഉറപ്പായിട്ടും അതെ. ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടിയില്ലേ പോലും പല്ലവി ഞാൻ കൈവിടില്ല. പല്ലവി എന്നോടൊപ്പം തന്നെ ജീവിക്കോളെന്ന് എന്ന് പറയാം. പല്ലവി കേട്ടിട്ടില്ലേ ലിവിങ് ടൂതർ? ലിവിങ് ടൂതറോ? അയ്യടാ, ലിവിങ് ടൂതർ. പല്ലവിയുടെ അത്ര സമയത്തെ വിഷമം അങ്ങോട്ട് പോയി. പല്ലവി പറഞ്ഞു, ഡിവോഴ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ ലിവിങ് ടൂതറായിട്ട് ജീവിക്കാൻ കൊള്ളാലോ. ലിവിങ് ടൂതറും ഇല്ല, ഒന്നുമില്ല, മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലവി സേതുവിനെ അടിക്കാൻ ചെല്ലുവാണ്. അങ്ങനെ സേതു ഓടുവാണ്. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് തിരിച്ചു പോരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരട്ടോ. അപ്പോഴറിയാൻ പറ്റും കോടതി എന്താണ് തീരുമാനം എടുത്തതെന്നൊക്കെ. കോടതി ഒരു വലിയ തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട് അവരുടെ കാര്യത്തിന്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.